ഇസ്ലാമിനെ നിങ്ങൾക്ക് നാം ദീനായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനെ അള്ളാഹു ദീനായി പഠിപ്പിച്ചു. ആരാണ് ഈ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഖുർആൻ വിശദീകരിച്ചു തന്നിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞത്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ, മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, മുസ്ലിം സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാകും, മുസ്ലിം സമൂഹത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും. ഇതാണ് ഖുർആന്റെ അധ്യാപനം. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച് നമുക്ക് കാണാം. ദീർഘമായ ഒരു ഹദീസ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞു ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. പ്രസംഗം കേട്ട സഹാബികൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ കേട്ട് ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് ഞങ്ങളുടെ ഹൃദയം വിറച്ചുപോയി. അത്രയും ഗൗരവമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഈ പറയുന്നത് കേട്ട് ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ വാക്ക് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഒരാളുടെ പ്രസംഗം പോലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ വിട വാങ്ങുന്ന ഒരാളുടെ സംസാരം പോലെ ഉണ്ടല്ലോ നബിയേ ഇത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വസിയത്ത് നൽകണം നബിയേ എന്ന് ഒരു സഹാബി ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചില ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം, وَإِنَّهُ مَن يَعِشْ مِنكُم بَعْدِي فَسَيَرَى اخْتِلَافًا كَثِيرًا وَإِنَّهُ مَن يَعِشْ مِنكُم بَعْدِي. എന്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, ഞാൻ വഫാത്തായതിന് ശേഷം ഈ ലോകത്ത് നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, വസയറ ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഒരുപാട് ഭിന്നതകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഒരുപാട് തർക്കങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഈ സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാകുമ്പോ ആ ഭിന്നതയുടെ ഗൗരവത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് മറ്റു പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്. ലതത്തബിഉന്ന, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. പിൻപറ്റാൻ സാധ്യതയുണ്ട് എന്നല്ല, പിൻപറ്റിയേക്കാം എന്നല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ആരെ പിൻപറ്റും? സുനന മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ചര്യ, കഴിഞ്ഞുപോയ ആളുകളുടെ മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് സ്വീകരിക്കും എന്നല്ല, മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമെന്നല്ല. കാരണം സഹാബത്ത് ഇത് കേട്ടപ്പോൾ ചോദിച്ചു പോയി, അള്ളാഹുവിന്റെ റസൂലേ, പൂർവിക സമൂഹങ്ങളെ പിൻപറ്റുമെന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും പിൻപറ്റുമെന്നാണോ? യഹൂദികളെയും നസാറാക്കളെയും പിൻപറ്റി ഞങ്ങൾ ജീവിക്കുമെന്നാണോ അങ്ങി പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ, അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചപ്പോ റസൂലിന്റെ മറുപടി ഒരു മറുചോദ്യമാണ്, വേറെ ആരെ പിൻപറ്റാൻ? നിങ്ങൾ വേറെ ആരെ പിൻപറ്റാൻ? അപ്പൊ ഈ സമൂഹം പൂർവിക സമൂഹങ്ങളെ പിൻപറ്റും, യഹൂദികളെ പിൻപറ്റും, നസാറാക്കളെ പിൻപറ്റും. ഏതൊക്കെ കാര്യത്തിൽ പിൻപറ്റും? അള്ളാഹുവിന്റെ റസൂലതാ മറ്റൊരിക്കൽ പഠിപ്പിക്കുകയാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഏതുവരെ എന്നറിയുമോ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ചെന്നു ചേരുന്നത് വരെ, എന്റെ ഉമ്മത്തിന് പുറത്തുള്ള ആളുകൾ എത്തിച്ചേരുന്നത് വരെ എന്നല്ല, എന്റെ ഉമ്മത്തുമായി ബന്ധമില്ലാത്ത ചില ആളുകൾ എത്തിച്ചേരുന്നത് വരെ എന്നല്ല, മറിച്ച് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ചെന്നു ചേരുന്നത് വരെ ആരുടെ കൂടെ? ബിൽ മുശ്രിക്കീൻ,
ബഹുദൈവ വിശ്വാസികളുടെ കൂടെ എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളും എത്തിച്ചേരും. ബഹുദൈവ വിശ്വാസികളായി എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ മാറും. അതേപോലെ തന്നെ യഹൂദികളെ പിൻപറ്റുന്ന, നസാറാക്കളെ പിൻപറ്റുന്ന അവസ്ഥ എന്റെ സമുദായത്തിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് നമ്മെ. അഥവാ ഈ അഭിപ്രായ വ്യത്യാസം, ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്ന തർക്കം, ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്ന ഭിന്നത എത്രമാത്രം ഗൗരവം അതിനുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിലുള്ള ഭിന്നതകളും തർക്കങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുമ്പോ വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ട സമീപനമാണ് പിന്നീട് അള്ളാഹു പറയുന്നത്. എന്താ വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഫഅലൈക്കും ബിസുന്നതി. അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോ, അത്തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകുമ്പോ, മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിനോട് മാത്രമാണോ പ്രാർത്ഥിക്കേണ്ടത്? അതല്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് അത് ഇബ്ലീസിന്റെ തത്വമാണോ എന്ന തർക്കമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണോ ഖുർആൻ പറഞ്ഞത്? അതല്ല അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കണമെന്നാണോ? ഏതാണ് ഇസ്ലാം എന്ന തർക്കമുണ്ടാകുമ്പോ, തറാവീഹ് നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ തർക്കമുണ്ടാകുമ്പോ, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെ പറ്റി തർക്കമുണ്ടാകുമ്പോ, സ്ത്രീകൾ പള്ളിയിൽ പോയി ജമാഅത്തിനും ജുമുഅക്കും പങ്കെടുക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടാകുമ്പോൾ, മഹാന്മാരായ ആളുകളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൾ കൊണ്ട് തവസ്സലാക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടാകുമ്പോ, ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി. എന്റെ സുന്നത്ത് എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്റെ സുന്നത്താണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. എവിടെ നിന്നാ നിങ്ങൾക്ക് ആ സുന്നത്ത് ലഭിക്കുന്നത്? വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെ സഹാബത്ത്, എന്റെ ഖലീഫമാർ, അവർ സ്വീകരിച്ചത് ആ സുന്നത്താണ്. ആ സുന്നത്ത് സ്വീകരിച്ചുകൊണ്ട്, ആ സുന്നത്ത് അംഗീകരിച്ചുകൊണ്ട്, ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇത് അള്ളാഹുവിന്റെ റസൂല് തന്റെ ഒരു അഹങ്കാരം എന്ന നിലയിൽ, തനിക്ക് ഒരു സ്ഥാനമിരിക്കട്ടെ എന്ന നിലയിൽ, ആളുകൾ തന്നെ ഒന്ന് ബഹുമാനിക്കട്ടെ എന്ന നിലയിൽ, ആളുകൾ തന്നെ എല്ലാ കാലത്തും ഓർമ്മിക്കട്ടെ എന്ന നിലയിൽ സ്വന്തമായ ഒരു അഭിപ്രായം പറഞ്ഞതോ പ്രകടിപ്പിച്ചതോ അല്ല. അതേ ആശയം തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ. നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോ, നിങ്ങൾക്കിടയിൽ വല്ല തർക്കങ്ങളും ഉണ്ടാകുമ്പോ, നിങ്ങൾക്കിടയിൽ വല്ല ഭിന്നതകളും ഉണ്ടാകുമ്പോ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയുമോ? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു എന്ന് പരിശോധിക്കണം. ആ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ചു തന്നത് എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ടായിരിക്കണം തർക്കം തീർക്കേണ്ടത് എന്ന് അല്ലാഹു പറയുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞത് മാത്രം, ഈ ഖുർആനിലുള്ളത് മാത്രം ആലോചിച്ച്, ഈ ഖുർആനിലുള്ളത് മാത്രം സ്വീകരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പരിഗണിക്കാതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കാതെ, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത് എന്ന് ആലോചിക്കാതെ നിങ്ങൾ ഖുർആൻ മാത്രം അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മറിച്ച് ആ പ്രവാചകൻ പറഞ്ഞതും നിങ്ങൾ സ്വീകരിക്കണം. ആ പ്രവാചകൻ പറഞ്ഞതും നിങ്ങൾ അംഗീകരിക്കണം. ആ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് നിങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് സഹാബത്ത് ജീവിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സൈദ്ധാന്തികമായ അടിത്തറയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. ഈ ഖുർആൻ, അതേപോലെ ആ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്ന മാർഗം, അതിനപ്പുറത്ത് പോയാലോ, ഈ ഖുർആൻ മാത്രം മതി എന്ന് വിചാരിച്ചാലോ അബദ്ധമാണ്. അതാണല്ലോ നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാന്യനായ പണ്ഡിതൻ നമ്മെ ഓതിക്കേൾപ്പിച്ച ആയത്ത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്യുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം